GCD ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനും എൻ്റെ സ്നേഹനിർഭരമായ നമസ്കാരം. ഐ ആം അമ്പിളി ഫ്രം ചേർത്തല. നമ്മുടെ ജയകുമാർ സാറിന്റെ സ്വന്തം നാടായ ചേർത്തലയിൽ നിന്നും GCDയുടെ തുടക്കം മുതൽ തന്നെ ഒരു ഭാഗമായി പ്രവർത്തിക്കാൻ സാധിച്ചത് വളരെ വലിയ ഒരു അനുഗ്രഹമായി ഞാൻ കരുതുകയാണ്. ജയകുമാർ സാറിനോട് വളരെ അടുത്ത് ഇടപഴകിയ പലർക്കും ഇതിനോടകം തന്നെ അദ്ദേഹം വളരെ ആത്മാർത്ഥതയും കരുതലുമുള്ള ഒരു മഹൽ വ്യക്തിയാണെന്നുള്ളത് മനസ്സിലായി കാണും. എല്ലാവരുടെയും നന്മയും ഉയർച്ചയും മാത്രം ആഗ്രഹിക്കുന്ന ഒരു വലിയ മനസ്സിനുടമ തന്നെയാണ് നമ്മുടെ ജയകുമാർ സാർ. അദ്ദേഹം കൊണ്ടുവന്ന ഈ പ്രൊജക്ട് വളരെയധികം പേർ ഇരു കൈ നീട്ടി സ്വീകരിച്ചു എന്നുള്ളത് അദ്ദേഹത്തിലുള്ള വിശ്വാസവും അതുപോലെ തന്നെ വളരെ ഫ്യൂച്ചറിസ്റ്റിക്കും ഇന്നവേറ്റീവുമായ നമ്മുടെ പ്രൊജക്ടിന്റെ മനോഹാരിതയും കൊണ്ടാണ്. നമ്മളുടെ കണക്കുകൂട്ടലുകളൊന്നും തെറ്റിയിട്ടില്ല. വി ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. നമുക്ക് 100% കണ്ണുമടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ജെന്യുയിൻ പ്രൊജക്ട് തന്നെയാണ് നമ്മുടെ GCD. കേരളത്തിൽ പൊതുവെ ഒരു പുതിയ പ്രൊജക്ട് വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അത് സ്വീകരിക്കണമെന്ന് ഭയങ്കര മടിയാണ്. കാരണം അത്രയധികം സ്കാം പ്രൊജക്ടുകൾ വന്നതുകൊണ്ട് തന്നെ വളരെ നമ്മുടെ വീഡിയോയിൽ നേരത്തെ സൂചിപ്പിച്ചത് പലരും സൂചിപ്പിച്ചിട്ടുണ്ട്. അത്രയധികം തിക്ത അനുഭവങ്ങളുടെ കയ്പുനീർ കുടിച്ചിട്ടുള്ളവരാണ് നമ്മളിൽ പലരും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പോലും നമ്മുടെ GCDക്ക് ഇത്രയധികം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ജയകുമാർ സാർ അഹോരാത്രം നടത്തിവരുന്ന കഠിന പ്രയത്നത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ഫലമാണ് സാമ്പത്തിക രംഗത്തെ ഏതാണ്ട് എല്ലാ മേഖലകളിലേക്കും കടന്നു ചെല്ലുന്ന 10ഓളം ഫിസിക്കൽ പ്രൊജക്ടുകളുള്ള GCD എന്ന ജനകീയ പ്രസ്ഥാനം. അതിന്റെ ആദ്യ പ്രൊജക്റ്റായ GCD മാർട്ട് അദ്ദേഹം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇനി നമ്മളിൽ നിക്ഷിപ്തമായ കർത്തവ്യം എന്താണ്? നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാനുള്ളത്? GCD മാർട്ടിലേക്ക് വേണ്ട ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ, എല്ലാ കാറ്റഗറിയിലും വരുന്ന പ്രൊഡക്റ്റുകൾ നമ്മുടെ GCD മാർട്ടിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യം. അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും അത് വാങ്ങിയാലും വിറ്റാലും അത് ചൂണ്ടിക്കാണിച്ചാലും എല്ലാവർക്കും വരുമാനം കിട്ടുന്ന ഒരു രീതിയിലാണ് അദ്ദേഹം അത് വിഭാവനം ചെയ്തിരിക്കുന്നത്. ക്രിപ്റ്റോ കറൻസിയുടെ പിൻബലത്തോടു കൂടി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നാളിതുവരെയുള്ള വ്യാപാര സങ്കല്പങ്ങളെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് ലോക വിപണിയിൽ ഒരു വിപ്ലവ തരംഗം തന്നെ സൃഷ്ടിക്കുവാൻ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നുമുള്ള GCD മാർട്ടിനാകുമെന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. നമ്മളുടെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ $1 കൊടുത്താൽ നമുക്കിന്ന് ഒരു GCD ടോക്കൺ സ്വന്തമാക്കാം. നമ്മൾ ഇപ്പോൾ കിട്ടിയ ഈ സുവർണ അവസരം പ്രയോജനപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പിന്നീട് നമ്മളെ അതൊരു വലിയ നഷ്ടബോധത്തിലേക്കായിരിക്കും കൊണ്ടെത്തിക്കുക. നമ്മുടെ നേരത്തെ വീഡിയോയിൽ എറണാകുളത്തു നിന്നുള്ള സതീഷ് സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ 2011 ഫെബ്രുവരി വരെ വെറും $1 താഴെ മാത്രം വിലയുണ്ടായിരുന്ന ബിറ്റ്കോയിന്റെ ഇപ്പോഴത്തെ വില ഏകദേശം $60,000 എത്തിയിരിക്കുന്നു. ഇന്ത്യൻ മണി പറഞ്ഞാൽ അറൌണ്ട് 50 lakh ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്, വാല്യൂസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. അറൌണ്ട് 50 lakhs എത്തിയിരിക്കുന്നു. അതായത് 60,000 മടങ്ങ് വില 13 വർഷം കൊണ്ട് ഇൻക്രീസ് ആയി. നമ്മൾ മലയാളികൾ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന സ്വർണമായിക്കൊള്ളട്ടെ, റിയൽ എസ്റ്റേറ്റ് ആയിക്കൊള്ളട്ടെ, സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കൊള്ളട്ടെ, ഏതിനാണ് ഇത്രയ്ക്ക് റിട്ടേൺസ് നമുക്ക് തരാൻ സാധിക്കുക? നമ്മൾ 2011 കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 1 പവൻ സ്വർണത്തിന്റെ വില ഏകദേശം 15,000 രൂപ തൊട്ട് ഒരു 21,000 രൂപ ആ റേഞ്ചിലായിരുന്നു 1 പവൻ സ്വർണത്തിന്റെ വില. അതിപ്പോ ഇന്നത്തെ കണക്കനുസരിച്ച് അറൌണ്ട് 53,000 എത്തിയിരിക്കുകയാണ്. എത്ര മടങ്ങ് കൂടി? ഏകദേശം ഒരു 3 മടങ്ങ് ആയി വർദ്ധിച്ചു. അപ്പോ നമ്മള് ഈ ക്രിപ്റ്റോ കറൻസിയുടെ സാധ്യതകൾ, ഈ കണക്കുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസിയുടെ സാധ്യതകൾ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എത്രയാണ് എന്നുള്ളത് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു മാങ്ങയുടെ ഒരു ചെറിയ വിത്തിൽ
ഒരു വലിയ മരം ഒളിഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ ഭാവി ജീവിതം ഭദ്രമാക്കാനുള്ള ഒരു അമൂല്യ നിധിയുടെ മണിച്ചപ്പാണ് നമ്മുടെ ഈ GCD ടോക്കൺ. സോ I humbly request you to buy as many GCD token as possible so that we can enjoy financial freedom in future. നമ്മുടെ ഇങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്തത് വഴി നമ്മുടെ GCD ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും പരസ്പരം അറിയുവാനും മനസ്സിലാക്കുവാനും അവരുടെ അനുഭവങ്ങളും അറിവുകളും പങ്കുവയ്ക്കാനും ഒരു സാഹചര്യം ഒരുക്കി തന്ന ജയകുമാർ സാറിനോട് 1000 നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സിജി. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്. ഞാൻ GCD ടോക്കൻ്റെ മെമ്പറാണ്. ഞാൻ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് അറിയുന്നത് അനസാറിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്നാണ്. നമ്മുടെ GCD ടോക്കൻ്റെ ഫൗണ്ടറായ ജയകുമാർ സാറുമായുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഞാൻ അതിൽ താല്പര്യം തോന്നിയിട്ടാണ് അദ്ദേഹത്തെ വിളിച്ചതും കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചതും. അപ്പോൾ അദ്ദേഹം വളരെ വിശദമായി തന്നെ എനിക്ക് പറഞ്ഞു തരികയും ഞാൻ ഇതിൽ ഒരു 20 ടോക്കൺ എടുത്ത് ജോയിൻ ചെയ്യുകയും ചെയ്തു. ഇതിനു മുൻപ് ഞാൻ കുറച്ച് നാളുകളായി എനിക്ക് ക്രിപ്റ്റോയിൽ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ പല യൂട്യൂബേഴ്സിൻ്റെയും ചാനൽ വാച്ച് ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ സ്ഥിരമായി ഫോളോ ചെയ്യുന്നൊരു ചാനലാണ് അനസാറിൻ്റെ. അദ്ദേഹം വളരെയധികം ക്രിപ്റ്റോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രൊജക്റ്റുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ഫിസിക്കൽ പ്രൊജക്റ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് വന്ന ഒരു പ്രൊജക്റ്റാണ് GCD ടോക്കൻ്റേത്. മാത്രമല്ല പല ക്രിപ്റ്റോയിലും അതിൻ്റെ പ്രൊമോട്ടേഴ്സാണ് ഇതിനെക്കുറിച്ച് പറയാനായിട്ട് എത്താറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പ്രൊജക്റ്റിൻ്റെ ഫൗണ്ടർ തന്നെ നേരിട്ട് അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ച് തരികയും വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കതിൽ കൂടുതൽ താല്പര്യം തോന്നുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചത്. ഞാൻ 1-2 ക്രിപ്റ്റോ പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾക്ക് എപ്പോഴും ക്രിപ്റ്റോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് വളരെയധികം പേടിയാണ്. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം നഷ്ടപ്പെടുമോ? പലതും സ്കാം പ്രൊജക്റ്റേഴ്സാണ് വരുന്നത്. അപ്പോൾ അതിൽ നല്ലതും ചീത്തയും നമുക്ക് തിരിച്ചറിയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇതിനു മുൻപ് ജോയിൻ ചെയ്ത 2 ക്രിപ്റ്റോ പ്രൊജക്റ്റുകളിലും എൻ്റെ ഫ്രണ്ട്സാണ് എന്നെ അതിന് സഹായിച്ചത്. അപ്പോൾ അതിൽ ലീഡേഴ്സ് പറയുന്നത് എന്താണെങ്കിൽ നമുക്കൊരു ക്രിപ്റ്റോയിൽ ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു സ്വന്തമായിട്ട് എക്സ്ചേഞ്ചോ അതുപോലെ തന്നെ പ്രൊജക്റ്റുകളോ ഉള്ള ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ്. എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ എന്നിരുന്നാലും കൂടി ഞാനിപ്പോൾ കുറച്ച് നാളുകളായിട്ട് കേൾക്കുന്നതും അത് തന്നെയാണ്. അതിലൂടെ ഞാൻ ഈ ഒരു 2 പ്രൊജക്റ്റിൽ അംഗമായപ്പോൾ അതിൽ ഡിജിറ്റൽ പ്രൊജക്റ്റുകളാണ് അധികവും. അതായത് ട്രേഡിങ്, മെറ്റാവേഴ്സ്, NFT തുടങ്ങിയ ഡിജിറ്റൽ പ്രൊജക്റ്റുകളാണ് ഓരോ ക്രിപ്റ്റോ കറൻസിക്കും ഉള്ളത്. പക്ഷെ സാധാരണക്കാരായ നമുക്ക് അത് പെട്ടെന്ന് എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. പിന്നീടാണ് എനിക്ക് അതിനെക്കുറിച്ച് ചെറിയൊരു അറിവ് കിട്ടിയത്. അപ്പോൾ സാധാരണക്കാരായ നമുക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. അപ്പോൾ ഈ GCD ടോക്കൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനുള്ള പ്രൊജക്റ്റ് ഫിസിക്കൽ പ്രൊജക്റ്റുകളാണ്. അത് നമുക്ക് ഈ ആമസോണും ഫ്ലിപ്കാർട്ടും പോലെയുള്ള ഓൺലൈൻ ഷോപ്പ് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ ഒരു GCD മാർട്ട് ഓൺലൈൻ ഷോപ്പ് അതിനുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹൈപ്പർ മാർക്കറ്റ് വരുന്നുണ്ട്. പിന്നെ മീഡിയ ആൻഡ് ഫിലിം ഇൻഡസ്ട്രി, അതുപോലെ തന്നെ നമുക്ക് ഇൻഡസ്ട്രി വരുന്നുണ്ട്. പിന്നെ ട്രാവൽ ആൻഡ് ടൂറിസം, അഗ്രികൾച്ചർ ആൻഡ് ഫാമിങ്, അതുപോലെ ഹോസ്പിറ്റൽ എന്നിങ്ങനെ നമുക്ക് അറിയാവുന്ന പ്രൊജക്റ്റുകളാണ് എല്ലാം ഈ ഒരു 10 പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് ആരും വിശദീകരിച്ച് തരേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ക്രിപ്റ്റോയും അതുപോലെ തന്നെ നമുക്ക് ഈ ഫിസിക്കൽ പ്രൊജക്റ്റും രണ്ടും കൂടി കോർത്തിണക്കി, അതായത് പഴമയും പുതുമയും ഒന്നുപോലെ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റ് അദ്ദേഹം പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ചെറിയൊരു മുതൽ മുടക്കിൽ 1700 രൂപ മുടക്കിക്കൊണ്ട് നമുക്ക് ഏതൊരാൾക്കും പല പ്ലാനുകളുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു
ചെറിയ പ്ലാൻ എടുത്തുകൊണ്ട് പോലും നമുക്കിതിൽ മെമ്പർഷിപ്പ് നേടാം. അതുവഴി നമ്മളെടുത്ത ടോക്കൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഇറക്കിയ പൈസയ്ക്ക് വ്യത്യാസം വരും. അത് കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഈ 10 പ്രൊജക്റ്റുകൾ വന്നു തുടങ്ങിയാൽ, അത് ലൈവായി തുടങ്ങിയാലും നമുക്കതിൽ നിന്നുള്ള പ്രോഫിറ്റ് ഈ മെമ്പേഴ്സിന് തന്നെ അവർ എടുത്ത കോയിനെ ആനുപാതികമായി ഡിവൈഡ് ചെയ്ത് തരുന്ന ഒരു നല്ലൊരു ആശയമാണ് ഈ പ്രൊജക്റ്റിനുള്ളത്. അത് തന്നെയാണ് GCD ടോക്കണിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും സാധാരണക്കാരാണ്. ഭാവി ജീവിതത്തിന് ഒരു കരുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അധികവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വിശ്വസിച്ച് കയറി നിൽക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് GCD ടോക്കണിൻ്റേത്. ഈ GCD കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തൊരു സംശയം നമുക്ക് ഉണ്ടായാലും, അത് മെസ്സേജ് ഇട്ടാലായാലും, അതുപോലെ തന്നെ നമ്മൾ വിളിച്ച് ചോദിക്കായാലും, നമ്മുടെ ഒരു മൂത്ത സഹോദരനെ പോലെയോ അല്ലെങ്കിൽ നമുക്ക് വളരെയധികം വേണ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ പോലെയോ ഒക്കെ ജയകുമാർ സാർ നമുക്കത് വിശദീകരിച്ച് തരും. ഒരു ഫൗണ്ടറുടെ തലക്കനോ ജാടയോ ഒന്നുമില്ലാതെ അദ്ദേഹം അത് വിവരിച്ച് തരുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഈ ഒരു പ്രൊജക്റ്റിനോടുള്ള ആത്മാർത്ഥതയും അതുപോലെ ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരോടുമുള്ള സ്നേഹവും വിശ്വസ്തതയും ഒക്കെ അതിൽ നമുക്ക് പ്രതിഫലിച്ച് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള അദ്ദേഹത്തോടൊപ്പം ഈ ഒരു പ്രൊജക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഭാവി ജീവിതം സുരക്ഷിതമാകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വന്ന ഓരോരുത്തരും ഇനി വരാനിരിക്കുന്നവരും ഈ ഒരു പ്രൊജക്റ്റ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന്, നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരാനായിട്ട് ധൈര്യം കാണിച്ച ജയകുമാർ സാറിനോട് അതുപോലെ ദൈവത്തിനോടും നന്ദി പറയുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇത് വൻ വിജയമാക്കാൻ നമ്മളെല്ലാവരും സഹകരിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. നാടിൻ്റെ വികസനത്തിനും നമ്മുടെ സാമ്പത്തിക പുരോഗതിക്കും വേണ്ടിയിട്ട് ഒത്തുചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഓക്കെ, താങ്ക് യു. നമസ്കാരം. എൻ്റെ പേര് ആയിഷക്കുട്ടിയാണ്. സ്ഥലം വണ്ടൂരാണ്. ഞാൻ ഈ പ്രസ്ഥാനത്തേക്ക് വരാനുള്ള കാരണം ജയകുമാർ സാറിൻ്റെ അൻസ സാറിൻ്റെ ഒരു ഇന്റർവ്യൂ കണ്ടതാണ്. ഞാനിതിന്റെ മുമ്പ് ഒരുപാട് യൂട്യൂബിൽ കൂടെ ഒക്കെ സെർച്ച് ചെയ്തിരുന്നു. അല്ലെ എന്തെങ്കിലുമൊക്കെ ഒരു വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലി കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കുന്ന സമയത്താണ് ഇത് കണ്ടത്. അങ്ങനെ ഞാൻ ജയകുമാർ സാറിനെ വിളിച്ചു. എനിക്ക് ക്രിപ്റ്റോനെ കുറിച്ചോ ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ സാറോട് പറഞ്ഞു, എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല സാറേ. അപ്പൊ സാർ പറഞ്ഞു, കുഴപ്പമില്ല, ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തന്നാൽ മതി, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ സാറാണ് എന്നെ ഇതിൽ ജോയിൻ ചെയ്തത്. അതിനുശേഷം സാർ എനിക്ക് യൂസർ നെയിം, പാസ്വേഡ് ഇതെല്ലാം അയച്ചു തന്നു. ഇതിന്റെ മുമ്പ് ഇതുപോലെ തന്നെ ഞാനൊരു വേറൊരു കമ്പനിയിൽ ചേർന്നിരുന്നു. അതിൽ 2300 രൂപയാണ്. 25 ടോക്കണാ തോന്നണം, എനിക്ക് അത്ര ഓർമ്മയില്ല. അതിന് അപ്പം ഞാൻ അതിന്റെ അഡ്മിനായിട്ട് കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞത് ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല ഇതിനെ പറ്റിയൊന്നും, രജിസ്റ്റർ ചെയ്യാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ആ ആള് ചെയ്തു തന്നു. പക്ഷെ പിന്നീട് യൂസർ നെയിമും പാസ്വേഡൊക്കെ ചോദിച്ചു. പക്ഷെ അതൊന്നും എനിക്ക് അയച്ചു തന്നില്ല. പല പ്രാവശ്യം ഞാൻ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾക്കിത് അറിയില്ല എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ ചെയ്തു തന്നത്. അപ്പോഴും പറഞ്ഞു, അത് ശരിയാണ്, എനിക്കറിയാത്തോണ്ടാണ് ചെയ്തത്. പക്ഷെ എന്നാലും യൂസർ നെയിമും പാസ്വേഡും കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നല്ലോ പറഞ്ഞു. പക്ഷെ എന്താണെന്ന് അറിയില്ല, അയാളത് അയച്ചു തന്നിട്ടില്ല. പിന്നെ അതിന്റെ പിറകെ പോയിട്ടില്ല. എനിക്കിത് വിശ്വാസം വരാൻ കാരണം ഒന്നാമത്തെ കാരണം അതാണ്. സാറ് ഇത് ജോയിൻ ചെയ്ത ഉടനെ തന്നെ അതിന്റെ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ അയച്ചു തന്ന് മെറ്റാമാസ്ക് വാലറ്റിന്റെ എല്ലാം എഴുതി വെക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു. ഒന്നും പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റൂല, അതുകൊണ്ട് എല്ലാം എഴുതി വെച്ചിട്ട് വേണം ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ സാറിന്റെ ഒരു ആത്മാർത്ഥത എത്രമാത്രം ഉണ്ടെന്ന് ഇപ്പൊ അതുമ്പോൾ തന്നെ മനസ്സിലായി.
അതുകൊണ്ട് എല്ലാവരും ഈ പ്രസ്ഥാനത്തേക്ക് വരാൻ ശ്രമിക്കുക. 1700 രൂപ ചെലവാക്കിയാലും ഭാവിയിൽ നമുക്കതൊരു മുതൽക്കൂട്ടായി മാറും. ഇപ്പൊ ഈ സമയത്ത് നമുക്കതിന് കഴിയുകയുള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ ലിസ്റ്റായി കഴിഞ്ഞാൽ അതിന്റെ മൂല്യം വർദ്ധിക്കും തോറും നമ്മൾക്ക് പൈസ ചെലവാക്കാൻ കഴിയില്ല. സാധാരണക്കാർക്ക് ഇപ്പോഴാണ് ഇതിന് പറ്റിയൊരവസരം. അത് നഷ്ടപ്പെടുത്താതെ നമ്മൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഈ പ്രസ്ഥാനം കൊണ്ടുവന്ന സാറിന് ദീർഘായുസ്സും ആരോഗ്യവും ദൈവം പ്രദാനം ചെയ്യട്ടെ. സാർ ഉദ്ദേശിച്ചത് എന്താണോ ഈ കാര്യം കൊണ്ട്, ഈ ഒരു പ്രസ്ഥാനം കൊണ്ട് സാർ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് ദൈവം നടപ്പിലാക്കി തരട്ടെ. താങ്ക് യു.